സമാന്തര ശ്രേണികൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന പാഠത്തിലെ സംസ് ആൻഡ് ടേംസ് അഥവാ തുകയും പദങ്ങളും എന്ന ഭാഗമാണ്. അതായത് പേജ് നമ്പർ ടെക്സ്റ്റ് ബുക്കിൽ 25, 26, 27 പേജുകളിലായാണ് ഈ ഭാഗം. തുടർന്ന് 28ാമത്തെ പേജിൽ നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസും ഇവിടെ പഠിക്കുന്ന ഭാഗത്തെ ആധാരമാക്കി നമുക്ക് തരുന്നുണ്ട്. ഈ ഭാഗമാണ് നമ്മളിപ്പോൾ പരിശോധിക്കുന്നത്. എന്താണ് ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ മിഡിൽ ടേം അഥവാ മധ്യപദവും പദങ്ങളുടെ തുകയും തമ്മിലുള്ള ബന്ധം എന്നാണ് നമ്മൾ ഈ ഭാഗത്ത് പഠിക്കുന്നത്. മധ്യപദവും പദങ്ങളുടെ തുകയും, മിഡിൽ ടേമും സം ഓഫ് ടേമും തമ്മിലുള്ള ബന്ധം. ഇത് പഠിക്കുന്നതിന് നമ്മൾ 7ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് തുടക്കത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നോക്കുക, തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ, കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3 നമുക്കറിയാം. ഇതിന്റെ മൂന്നിന്റെ സം പരിശോധിക്കുക. 1 + 2 + 3 6 ആണ് സം. പക്ഷെ ഈ സമ്മിനെ മറ്റൊരു രീതിയിൽ കൂടെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ കഴിയും. അതായത് ഇവിടെ പദങ്ങളുടെ എണ്ണം നമ്പർ ഓഫ് ടേംസ് 3 ആണ്. 1, 2, 3. മിഡിൽ ടേം 2 ആണ്, മധ്യപദം 2. അപ്പോൾ സം ഓഫ് ടേം 3, മധ്യപദം 2. 3 × 2 ആണ് 6. അതായത് തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് മധ്യപദത്തെ പദങ്ങളുടെ എണ്ണം കൊണ്ട്, മിഡിൽ ടേമിനെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. 2 × 1, 2, 3. 3, 2, 6 എന്ന് സം കിട്ടുന്നു. 3 × 2 ആണ്. ഇനി അടുത്ത 3 നാച്ചുറൽ നമ്പർ ഇവിടെ ഉദാഹരണമായി തന്നിരിക്കുന്നത് 2, 3, 4 എന്നിവയാണ്. ഈ 3 എണ്ണൽ സംഖ്യകൾ 2, 3, 4 ഇതിന്റെ തുക എന്താണ് വരിക? സ്വാഭാവികമായിട്ട് നമുക്ക് കൂട്ടി നോക്കാം. 3, 2, 5, 5, 4 9 ആണ് ലഭിക്കുക. പക്ഷെ ഇതിനെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, മധ്യത്തിലുള്ള ടേം മിഡിൽ ടേം 3 ആണ്. നമ്പർ ഓഫ് ടേംസ് പദങ്ങളുടെ എണ്ണം 1, 2, 3. 3 × 3 ആണ് ഇവിടെ സമ്മായി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു ഉദാഹരണം കൂടെ തന്നിട്ടുണ്ട്. 3, 4, 5 എന്നീ പദങ്ങളുടെ അടുത്തടുത്ത 3 എണ്ണൽ സംഖ്യകളുടെ തുക. സ്വാഭാവികമായും ഇത് വരേണ്ടത് പദങ്ങളുടെ എണ്ണം 1, 2, 3 പദങ്ങളാണ്. 3 ടേംസ് ആണ് തന്നിട്ടുള്ളത്. 3, 4, 5. മധ്യപദം മിഡിൽ ടേം 4 ആണ്. അങ്ങനെയാണെങ്കിൽ 4 × 3 12 ആണ്. ഇവിടെ 4 × 3 12 ആണ് തുക. 4, 3, 7, 5, 12 ആണ് എന്ന് നമുക്കറിയാം. പക്ഷെ മറ്റൊരു രീതിയിൽ നമുക്ക് മധ്യപദത്തെ പദങ്ങളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ ഇവിടുത്തെ സം കിട്ടുന്നതായി നമുക്ക് കാണാം. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം പരിശോധിക്കാം. 7, 8, 9 അടുത്തടുത്ത 3 എണ്ണൽ സംഖ്യകളാണ്, നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഇതിൻ്റെ സം എന്തായിരിക്കും വരിക? നമുക്കറിയാം ഇതിൻ്റെ മിഡിൽ ടേം മധ്യപദം 8 ആണ്. അപ്പോൾ 8, പദങ്ങളുടെ എണ്ണം 3. അപ്പോൾ സം വരിക മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം 8 × 3 24 ആണ് വരിക. നമുക്കത് കൂട്ടുക. 8, 7, 15, 9, 24. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഉദാഹരണത്തിന് നമുക്കിതിനൊരു ജനറൽ രീതിയിൽ എഴുതിയാൽ മിഡിൽ ടേം എക്സ് ആണെന്നിരിക്കട്ടെ. ദെൻ തൊട്ടടുത്ത എണ്ണൽ സംഖ്യ ഏതായിരിക്കും? 1 കൂട്ടുന്നതായിരിക്കും, x + 1. അതിന് മുൻപുള്ള എണ്ണൽ സംഖ്യയോ x - 1 ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും x - 1, x + 1 അടുത്തടുത്ത കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സാണ്. എങ്കിൽ സം എന്തായിരിക്കും വരിക? ഇതിൻ്റെ മിഡിൽ ടേം എക്സ് ആണ്. നമ്പർ ഓഫ് മിഡിൽ ടേം എക്സ്. ഓക്കെ, നമ്പർ ഓഫ് ടേംസ് 1, 2, 3. അപ്പോൾ സം വരിക 3x ആയിരിക്കും. ഇത് ശരിയാണോ എന്ന് നമുക്കല്ലാതെ ഒന്ന് പരിശോധിക്കാം. x - 1 പ്ലസ് x + 1 സം നോക്കാം. ഇവിടെ -1 + 1 പോകും. പിന്നെ അവശേഷിക്കുന്നത് x + x 3x ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അങ്ങനെയാണെങ്കിൽ നോക്കുക, നമ്മൾ ഈ ജനറൽ ഫോം ഉണ്ടാക്കിയ പോലെ തന്നെ 3 പദങ്ങളുടെ കാര്യത്തിൽ ഉള്ള പോലെ അടുത്തത് നമുക്ക് 5 പദങ്ങളുടെ കാര്യത്തിൽ നോക്കാം. 5, 6, 7, 8, 9 അടുത്തടുത്ത 5 നാച്ചുറൽ നമ്പേഴ്സാണ്, എണ്ണൽ സംഖ്യകളാണ്. നോക്കുക, സം മിഡിൽ ടേം എന്ന് പറയുന്നത് 7. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സം വരിക മിഡിൽ ടേം 7 × പദങ്ങളുടെ എണ്ണം 1, 2, 3, 4, 5. 5 × 7 35 ആണ് നമുക്ക് സമ്മായി ലഭിക്കേണ്ടത്. ഓക്കെ, ഇത് ശരിയാണോ നോക്കാം.
5 6 5 11, 11 7 18, 18 8 26, 26ഉം 9ഉം 35 എന്ന് തന്നെ കിട്ടുന്നു. അപ്പോൾ ഏത് പദങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് ടേംസ് ഓഡ് നമ്പർ അഥവാ ഒറ്റ സംഖ്യ ആണെങ്കിൽ നമ്മളുടെ ഈ നിയമം, അതായത് സം എന്ന് പറയുന്നത് മിഡിൽ ടേം മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണമാണ് എന്ന് നമുക്ക്, അത് പദങ്ങളുടെ എണ്ണം 3 ആകുമ്പോഴും നമുക്ക് കിട്ടുന്നു, പദങ്ങളുടെ എണ്ണം 5 ആകുമ്പോഴും നമുക്ക് അത് ശരിയാണ് എന്ന് നമുക്ക് വരുന്നു. നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിന്റെ കാര്യത്തിൽ പഠിച്ച ഇക്കാര്യം, ഈ നിയമം, സമ്മും മിഡിൽ ടേമും നമ്പർ ഓഫ് ടേംസും തമ്മിലുള്ള ബന്ധം, ഇത് എല്ലാ അരിത്തമെറ്റിക് സീക്വൻസിന്റെയും കാര്യത്തിൽ ശരിയാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഉദാഹരണത്തിന് നമുക്ക് 3, 6, 9 ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. നമുക്കറിയാം കോമൺ ഡിഫറൻസ് 6 - 3 3 ആണ്. 3 3 6, 6 3 9. ഈ സമാന്തര ശ്രേണിയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ സം ഈ നിയമപ്രകാരം ലഭിക്കുന്നോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഇവിടെ പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയാണ്, അതുകൊണ്ട് തന്നെ മിഡിൽ ടേം നമുക്ക് ലഭിക്കും. മിഡിൽ ടേം ഇവിടെ 6 ആണ് നമുക്ക് ലഭിക്കുക, ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് 1 2 3. അപ്പൊ സം 6 3 6 × 3 18 18 ആണ് നമുക്ക് സമ്മായി നമുക്ക് ലഭിക്കുക. അത് ശരിയാണോ എന്ന് പരിശോധിക്കാം. 3 + 6 9, 9 + 9 18. ഓക്കെ, അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് ഏതായാലും ഈ നിയമം അവയ്ക്കെല്ലാം ബാധകമാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇത് നമുക്ക് മറ്റൊരു മെത്തേഡിൽ തെളിയിക്കാം. ഇപ്പൊ മിഡിൽ ടേം എക്സ് ആണെന്നിരിക്കട്ടെ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ. ദെൻ തൊട്ടടുത്ത ടേം എന്തായിരിക്കും? നമുക്കറിയാം എക്സിന്റെ കൂടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കൂട്ടുന്നതാണ്. എക്സ് പ്ലസ് ഡി ആണ്. എക്സിന് മുൻപുള്ള ടേം ഏതായിരിക്കും? അത് എക്സിനേക്കാൾ ഡി കുറവായിരിക്കും. ദാറ്റ് മീൻസ് എക്സ് മൈനസ് ഡി ആണ്. അങ്ങനെ വരുമ്പോൾ സം എത്രയാണ് വരിക നോക്കുക. എക്സ് മൈനസ് ഡി ഫസ്റ്റ് ടേം പ്ലസ് മിഡിൽ ടേം രണ്ടാമത്തെ ടേം എക്സ് പ്ലസ് എക്സ് പ്ലസ് ഡി. ഇവിടെ മൈനസ് ഡിയും പ്ലസ് ഡിയും പോവും. അവശേഷിക്കുന്നത് 1 2 3 എക്സ് ആണ്. ഈക്വൽ ടു 3x. ദാറ്റ് മീൻസ് മിഡിൽ ടേം ആണ് ഇവിടെ എക്സ്, നമ്പർ ഓഫ് ടേംസ് ആണ് 3. ഓക്കെ, അപ്പൊ ഏത് അരിത്തമെറ്റിക് സീക്വൻസിനെ സംബന്ധിച്ചിടത്തോളവും നമ്പർ, അവയുടെ എണ്ണം, പദങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് ടേംസ് ഒറ്റ സംഖ്യയാണെങ്കിൽ, ഓഡ് നമ്പർ ആണെങ്കിൽ സം എന്ന് പറയുന്നത് മിഡിൽ ടേം മധ്യപദത്തെ പദങ്ങളുടെ എണ്ണം കൊണ്ട് ഗുണിക്കുന്നതായിരിക്കും അവയുടെ തുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു ഉദാഹരണം കൂടെ പരിശോധിക്കാം. 5 4 9, 9 4 13, 13 4 17, 17 4 21. ഇപ്പൊ നമുക്ക് ഇതിന്റെ സം കാണാൻ എളുപ്പമാണ്. ഇത് ഓരോന്നായി നമ്മൾ കൂട്ടണമെന്നില്ല. ഇതിന്റെ കോമൺ ഡിഫറൻസ് 4 ആണെന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ കോമൺ ഡിഫറൻസും അറിയണമെന്നില്ല. നമുക്ക് സം കാണാനായിട്ട് പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ ആയതുകൊണ്ട് മിഡിൽ ടേം എടുത്താൽ മതി. സം കാണാൻ മിഡിൽ ടേം 13 ഇൻറ്റു പദങ്ങളുടെ എണ്ണം 1 2 3 4 5, പദങ്ങളുടെ എണ്ണം 5. അപ്പോൾ നമുക്ക് സം എന്ന് പറയുന്നത് 13 × 5 65. നമുക്കിവിടെ 65 എന്ന് നമുക്ക് സം ലഭിക്കുന്നു. അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം കൂടെ നമുക്ക് പഠിക്കാം. അതായത് നമുക്ക് മിഡിൽ ടേം അറിയാമെങ്കിൽ, മിഡിൽ ടേം അല്ല, പദങ്ങളുടെ തുക അറിയാമെങ്കിൽ. ഇപ്പോൾ പദങ്ങളുടെ തുക 65 ആണ്. ഓക്കെ, പദങ്ങളുടെ എണ്ണം 5 ആണ്. ദെൻ മൂന്നാമത്തെ പദം ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? പദങ്ങളുടെ എണ്ണം 5 ആണെങ്കിൽ മൂന്നാമത്തെ പദം എന്ന് പറയുന്നത് നടുക്കുള്ള പദമാണ്. പദങ്ങളുടെ തുക 65 ആണ്. സം ഓഫ് ടേം 65 ആണ്. അപ്പോൾ പദങ്ങളുടെ തുക 65 എന്ന് പറയുന്നത് നമുക്കറിയാം. പദങ്ങളുടെ എണ്ണം n ആണെങ്കിൽ പദങ്ങളുടെ എണ്ണത്തെ മിഡിൽ ടേം ആയ എക്സ് കൊണ്ട്, മധ്യപദമായ എക്സ് കൊണ്ട് ഗുണിച്ചാൽ സം ആയ 65 കിട്ടും. ഇവിടെ പദങ്ങളുടെ എണ്ണം m തന്നിട്ടുണ്ട്, അത് 5 ആണ്. മിഡിൽ ടേം എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സം 65 ആണെന്നിരിക്കട്ടെ. ദെൻ നമുക്ക് അപ്പോൾ മിഡിൽ ടേം എങ്ങനെ കിട്ടും? സമ്മിനെ പദങ്ങളുടെ എണ്ണം കൊണ്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് മിഡിൽ ടേം കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 13 എന്ന് നമുക്ക് കിട്ടുന്നു. അതായത് ചില കണക്കുകളിൽ നമുക്ക് പദങ്ങളുടെ തുക തരും, പദങ്ങളുടെ എണ്ണം തരും. ഒറ്റ സംഖ്യയായിട്ട് ആയിരിക്കും പദങ്ങളുടെ എണ്ണം. ഇപ്പോ 3 പദങ്ങൾ തന്നിരുന്നാൽ രണ്ടാം പദമായിരിക്കും കാണാനായിട്ട് ചോദിക്കുക. രണ്ടാം പദം 3 പദങ്ങളുടെ മിഡിൽ ടേം ആണെന്നുള്ളതാണ്.
5 പദങ്ങൾ തന്നിരുന്നാൽ നമ്മളോട് ചോദിക്കുക മൂന്നാം പദം കാണാനാണ്. അപ്പൊ 5 പദങ്ങളുള്ള ഒരു ശ്രേണിയുടെ ഒത്ത മധ്യത്തിലുള്ള മിഡിൽ ടേമാണ് മൂന്നാം പദം എന്ന് നമ്മൾ മനസ്സിലാക്കിക്കോണം. അപ്പൊ പദങ്ങളുടെ തുക തന്നിരുന്നാൽ, പദങ്ങളുടെ എണ്ണം, ഒറ്റ സംഖ്യയിലുള്ള എണ്ണം തന്നിരുന്നാൽ മധ്യപദം എന്ന് പറയുന്നത് പദങ്ങളുടെ തുകയെ പദങ്ങളുടെ എണ്ണം കൊണ്ട്, നമ്പർ ഓഫ് ടേംസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് മിഡിൽ ടേം കിട്ടും എന്നുള്ള ആ തത്വം അനുസരിച്ചുള്ള കണക്കുകളാണ് നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസിന്റെ പേജ് നമ്പർ 28 നമുക്ക് ഇവിടെ ചെയ്യാനായിട്ടുള്ളത്. എല്ലാവരും ഈ കണക്കുകൾ ഒന്ന് പരിശീലിച്ച് നോക്കുക.